പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ടൈം ഇവാലുവേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് ദ മീസോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ ഫ്രം ദ ഫോളോയിങ്. ഏതാണ്? സരായി, നഹർ, റായ്. ഒന്നാമത്തെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫാക്ട്സ് റിലേറ്റഡ് ടു ട്രാൻസ് ഹിമാലയസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ഏതാണ്? 1ഉം 2ഉം. ടിബറ്റൻ ഹിമാലയാസും റോഹൻഗാസ് സസ്കർ റേഞ്ചുമാണ്. 1ഉം 2 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു ഏർലി വേദിക് പീരീഡ്. സെമി നൊമാഡ്സ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ബൈ ഇവാലുവേറ്റിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ given. Statement A, North Indian plains experience severe cold during the month of November and December. Reason, major portion of the North Indian plain is located far away from the moderating influence of the ocean. A ആണ്. A and R are correct. R is the correct explanation for A. അതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, arrange the item in column B appropriate to column. Option D ആണ്. A2, B3, C4, D1. Next, sixth question, which among the following is not a feature of Indian federalism? Indian federalism feature അല്ലാത്ത മൾട്ടി സിറ്റിസൺഷിപ്പ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി. നെക്സ്റ്റ്, സെവൻത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ സ്ട്രെങ്തനിങ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. പ്രൊവൈഡ് എ ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റി. കറക്റ്റ് ആണ്. ബി, എനേബിൾ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, എംഫസൈസ് സ്കിൽ ഡെവലപ്മെന്റ്. എ, ബി, സി ആർ കറക്റ്റ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ. കോളം എനെ യോജിക്കുന്നത് കോളം ബിയിൽ നിന്ന് എടുത്ത് എഴുതുക. ഓപ്ഷൻ ബി ആണ്. എ 5th ആണ്. ബി 1 ആണ്. സി 4 ആണ്. ഡി 3 ആണ്. നെക്സ്റ്റ്, നയൻത് ക്വസ്റ്റ്യൻ, the formation of the Constituent Assembly and the objective resolution were steps toward fulfilling two important promises given to the people by independent India. What were these promises? എന്തൊക്കെ promises ആണ് നൽകിയെന്ന് നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം. What were the important promises given to the people by independent India? The two major promises were to frame a constitution of their own and to transform India into a sovereign, democratic and republic. അതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ തന്നെ 9ാമത്തെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ, കേരള ഹാസ് sought center's permission to transfer 28 acres of forest land for the development of the India Government Medical College Hospital at Manandawadi in Wayanad. To which list of Constitution of India government action mentioned in this news associated as per the division of powers mentioned in the 7th schedule? What is the features? അപ്പോ ഈ ന്യൂസ് അനുസരിച്ച് എന്ത് ആക്ഷൻ ആയിരിക്കും ഗവൺമെന്റ് എടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് the forest and falls under the concurrent list of the 7th schedule. Its primary feature is that both the central and state government have power to make laws regarding the subject in this list, but in case of conflict, the central laws prevails. Next question, 10th question, Himalaya mountains were formed due to the convergence of two major lithospheric plate. Identify the plates. Two major lithospheric plate, convergence of two major lithospheric plate ന്റെ ഫലമായിട്ടാണ് എന്തിന്റെ ഹിമാലയൻ മൗണ്ടൻസ് ഫോം ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ പ്ലേസസ്. ആ പ്ലേസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, the Himalayan were formed due to the convergence of Eurasian plate and the Indo-Australian plate. Eurasian plate ഉം Indo-Australian plate ഉമാണ്. നെക്സ്റ്റ്, our question, അതിനകത്ത് illustrate how seasonal change influence the life of shepherds in the ബഗൽസ് ഓഫ് ഗഡ്വൽ റീജിയൻ. ഗഡ്വൽ റീജിയൻസിലെ ഷെഫേർഡ്സിനെ സീസണൽ ചേഞ്ചസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരുടെ ലൈഫിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ദ ഷെഫേർഡ്സ് പ്രാക്ടീസ് സീസണൽ മൈഗ്രേഷൻ ബേസ്ഡ് ഓൺ ദ ക്ലൈമറ്റ്. ക്ലൈമറ്റിനനുസരിച്ചാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഡ്യൂറിങ് സമ്മർ വെൻ ദ സ്നോ മെൽറ്റ് ആൻഡ് ഗ്രാസ് ഗ്രോസ് they move their flocks up to the high altitude meadows known as bugals. In winter,
Due to the heavy snowfall and extreme cold, they descend to the lower valleys. അവര് സമ്മർ ആവുമ്പോൾ മറ്റിടത്തേക്ക് പോകും, അതിനുശേഷം വിന്റർ ആവുന്ന സമയത്ത് ഹെവി സ്നോഫോൾ ഒക്കെ വരുന്ന സമയത്ത് അവർ ലോവർ വാലീസിലേക്കും വരും. ഇങ്ങനെയാണ് അവര് ജീവിക്കുന്നത്. നെക്സ്റ്റ് 11th question. The material condition of the Ganga basin played an important role in the development of new ideas during 6th century BCE. Mention the reasons for this. അപ്പോൾ the material condition of Ganga basin played, ഗംഗാ ബേസിൻ ഒരുപാട് ഇമ്പോർട്ടന്റ് റോൾ വഹിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാ? the material condition of the Ganga basin played an important role in the development of new ideas. പുതിയ ഐഡിയാസ് ഡെവലപ്മെന്റ് ചെയ്യാൻ ഒരുപാട് റോൾ വഹിച്ചിട്ടുണ്ട് ഇൻ ദ 16th century. അപ്പോൾ എന്തൊക്കെ റീസൺസ് ആയിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺസ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. The material conditions എന്തൊക്കെയാണ്? The discovery and widespread use of iron allowed people to clear the dense forest of the Ganga basin and use iron pluckers, which lead to massive increase in agriculture സർപ്ലസ്. അതായത് അയൺ കണ്ടുപിടിച്ചതോടുകൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? കാടൊക്കെ വെട്ടി തെളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റി, പ്ലക്ഷേഴ്സ് ഒക്കെ ഉണ്ടാക്കി അവർ ഒരുപാട് കൃഷി നടത്തി. ദിസ് സർപ്ലസ് സപ്പോർട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ട്രേഡ്, ദ റൈസ് ഓഫ് ടൗൺ ആൻഡ് സിറ്റീസ് ആൻഡ് ചേഞ്ചിങ് socio economic life that challenged traditional Vedic ideas and paved the way for new philosophy like Jainism and Buddhism. അതോടുകൂടി ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടായതോടുകൂടി അവര് ട്രേഡ് ആരംഭിച്ചു, ടൗണുകളായി, സിറ്റീസ് ആയി. അതിനുശേഷം ഒരുപാട് ഇത് വന്നു അല്ലെ. അതിനുശേഷമാണ് എന്ത് പുതിയ പുതിയ ഫിലോസഫീസ് അതായത് ജൈനിസം ബുദ്ധിസം ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്തത്. അവിടെ എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ടായെന്ന് നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ ദ സ്റ്റോൺ ഏജ് ടു വിച്ച് ദീസ് ടൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത്. മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ടൂൾ. ഈ പിക്ചർ കണ്ടിട്ട് ഇത് ഏത് സ്റ്റോൺ ഏജ് ആണ്, ഈ ടൂൾസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 12th question. 12th questionന്റെ ആൻസർ, ദീസ് ടൂൾസ് ബിലോങ് ടു മീസോളിത്തിക് ഏജ്. ഇത് ഏത് ഏജിലെയാണ്? മീസോളിത്തിക് ഏജിലെയാണ്. ദീസ് ആർ നോൺ ആസ് മൈക്രോലിത്തിക്സ്. ഇത് മൈക്രോലിത്തിക്സ് എന്നറിയപ്പെടുന്നു. വിച്ച് ആർ വെരി സ്മോൾ ഷാർപ്പ് സ്റ്റോൺ ടൂൾ. ഇത് ചെറുതും വളരെ ഷാർപ്പും ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ്. They were often fixed to wooden or bone handle to make weapons like arrows and spears, allowing early humans to hunt fast moving animals. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നവര് നല്ല വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫാസ്റ്റ് മൂവിങ് ആനിമൽസിനെയൊക്കെ അവര് ഇതൊക്കെ ഉണ്ടാക്കി വേട്ടയാടാനൊക്കെ ആയിട്ട് അവര് ഉപയോഗിച്ചിരുന്നു അല്ലെ. 13th question. Identify and name the natural vegetation type. Mark A and B in the given map. എയും ബിയിലെയും, ബി എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻ ടൈപ്സ് ഏതൊക്കെയാണ് എയിലും ബിയിലേയും അടയാളപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം. എയും ബിയും എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് ആൽപൈൻ ആൻഡ് മൗണ്ടൈൻ വെജിറ്റേഷൻ, ഹിമാലയൻ റീജിയനിലാണ്. രണ്ടാമത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അത് ആൽപൈൻ ആൻഡ് മൗണ്ടൈൻ വെജിറ്റേഷൻ ആണ്. രണ്ടാമത്തത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. 14th question. Mention any two features of the Constitution of India. Constitution of India യുടെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലേക്ക് വെച്ച് എഴുതപ്പെട്ടതിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള നീളം കൂടിയ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് 15th question. Complete the diagram with the names of Vedas in Vedic period. Vedic period early Vedic period later Vedic period പിന്നെ നമ്മുടെ സാമവേദ, അഥർവവേദ ഒക്കെ ഇല്ലേ, അതാണ് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റില് ഇതേപോലെ തന്നെ ആ ഭാഗമുണ്ട് അല്ലെ. early Vedic period ഋഗ്വേദയാണ്. later Vedic period സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. early Vedic period ഋഗ്വേദ ആൻഡ് later Vedic period സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ ആണ്. ഇലസ്ട്രേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്തൂപാസ് വിത്ത് എക്സാമ്പിൾ. സ്തൂപാസിന്റെ ഫീച്ചേഴ്സും അതിന്റെ എക്സാമ്പിൾസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 13th ക്വസ്റ്റ്യൻ.
16th question. Stupas are solid dome-like structure built over the sacred relics of the Buddha or important Buddhist monks. സ്തൂപാസ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഡോം ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് പോലെയുള്ള അല്ലേ. They were primarily constructed using bricks and stones and served as significant centers of Buddhist worship and art. The Sanji Stupa in Madhya Pradesh is the prominent example. ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ള മധ്യപ്രദേശിലെ സഞ്ജി എന്ന് പറയുന്ന സ്തൂപ വളരെ പ്രശസ്തമായതാണ്. സ്തൂപാസിനെ കുറിച്ച് അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് B question. The administrative system that existed in ancient Greece before 2500 years were similar to that modern democracy. Evaluate. Administrative the system that existed in ancient Greece before 2500. അതായത് 2500 വർഷങ്ങൾക്ക് മുമ്പേ എന്താണ് ഗ്രീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു അല്ലെ. അപ്പോൾ അത് മോഡേൺ ഡെമോക്രസിയുമായി സിമിലർ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. മോഡേൺ ഡെമോക്രസി ആയിട്ട് ancient Athens practiced the system to direct democracy with the adult male citizen had to right to actively participate in government. അതായത് ഇപ്പോഴുള്ളതുപോലെ തന്നെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അഡൾട്ട് മെയിൽസിന് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഒരു മീൻസ് പങ്കാളികളാവണമായിരുന്നു. They gathered in public assemblies to debate issues, make laws and administer justice directly. അവര് പബ്ലിക് അസംബ്ലീസിലും അതുപോലെ ഡിബേറ്റ് ഇഷ്യൂസിലും നിയമങ്ങൾ നിർമ്മിക്കുന്നതിലും ഒക്കെ അവരെന്താണ് ഡയറക്ട്ലി ഇൻവോൾവ് ആവണമായിരുന്നു. ദിസ് ലീഡ് ദ ഫണ്ടമെന്റൽ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഫോർ മോഡേൺ ഡെമോക്രസി. നമ്മുടെ മോഡേൺ ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾ അത് തന്നെയാണ് ഇപ്പോൾ. സച്ച് എ സിവിക് പാർട്ടിസിപ്പേഷൻ, വോട്ടിംഗ് ആൻഡ് കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അത് ഓൾറെഡി ഏതൻസിലും ഇതിനു മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 17th ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യനിലെ ഓർ ക്വസ്റ്റ്യൻ വേറെ ഒന്നും കൂടി ചോദിച്ചാണ്. ഇല്ലുസ്ട്രേറ്റ് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സമ്മർ സീസൺ ഇൻ ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ. നോർത്തേൺ ഇന്ത്യൻ പ്ലെയിനിലുള്ള സമ്മർ സീസണിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർ ക്വസ്റ്റ്യൻ ആണ്. സോറി, ക്വസ്റ്റ്യൻ മാറിപ്പോയി. 17th എ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ബ്രിങ്ങിങ് റെയിൻഫോൾ ടു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. വാലുവേറ്റ് ദ സ്റ്റേം. ബേ ഓഫ് ബംഗാളിന്റെ ബ്രാഞ്ച് സൗത്ത് വെസ്റ്റേൺ പ്ലെയിനിൽ എന്താണ് റെയിൻഫോൾ കൊണ്ടുവരാൻ, മഴ കൊണ്ടുവരാൻ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ടു ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. അത് ആ സ്റ്റേറ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. മഴ എത്രത്തോളം മഴ കൊണ്ടുവരാൻ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, റെയിൻഫോൾ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് സ്ട്രൈക്സ് ദ പൂർവച്ചാൽ ഹിൽസ് കോസിംഗ് ഹെവി റെയിൻഫോൾ ഇൻ ദ നോർത്ത് ഈസ്റ്റ്. The towering Himalayas then deflect their monsoon winds westward along the Ganga Valley. As the wind travel from east to west across the North Indian plains, they release their moisture, resulting in a gradual decrease in rainfall from Bengal to Punjab. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, സമ്മർ സീസണിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സമ്മർ സീസണിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാവുന്നത് എന്തൊക്കെയാണ്? ദ സമ്മർ സീസൺ ഈസ് മാർക്ക്ഡ് ബൈ ഇന്റൻസ് ഹീറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ അക്രോസ് ദ പ്ലെയിൻ. നല്ല ചൂടും പിന്നെ ഒരുപാട് ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാവും അല്ലെ. എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഈസ് occurrence of ലൂ വിച്ച് ആർ സ്ട്രോങ് ഹോട്ട് ആൻഡ് ഡ്രൈ ലോക്കൽ winds that blow during the day. The intense heat develops a low pressure through over the region, which occasionally leads to localize the thunderstorms or pre-monsoon showers. 18th question. What are the factors that helped the early human in the domestication of animals and the beginning of cultivation during the Neolithic period? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പഴയകാലത്തെ മനുഷ്യര് എന്താണ് ആനിമൽസിനെ വളർത്താനും പിന്നെ കൾട്ടിവേഷൻ ആരംഭിക്കാനും നിയോലിത്തിക് പീരീഡിൽ ഹെൽപ്പ് ചെയ്തെന്ന്, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? എൻഡ് ഓഫ് ഏജ് brought warmer climate leading to the growth of various grasses and plants which humans observe sprouting from seeds. This observation led to the intentional planting of seeds and beginning of ഒരു കഴിച്ചിട്ടിരുന്നതിൽ നിന്ന് എന്താണ് ചെടികളൊക്കെ കിളുത്ത് തന്നെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, അത് കൃഷി ചെയ്യാനായിട്ട്
തുടങ്ങി ഒബ്സർവേഷൻ ആണ് അവർ അഗ്രികൾച്ചറിലേക്ക് നയിച്ചത്. സിമൾട്ടേനിയസ്ലി ദി അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഓർ നിയർ ദ സെറ്റിൽമെന്റ്സ് അട്രാക്റ്റഡ് ടു ലോക്കൽ അനിമൽസ്. അപ്പൊ അവർ അതിന് അടുത്തായിട്ട് എന്തിനെ അനിമൽസിനെയും വളർത്താനായിട്ട് തുടങ്ങി. വിച്ച് ഹ്യൂമൻസ് ബിഗൻ ടു tame and domesticate for food, milk and agricultural assisted. 19th question. The major physical divisions of North Indian plains are given below. Explain the circumstance under which each of them is formed. Bhabar, Tarai, Alluvial plains. Physical divisions North Indian plains ന്റെ തന്നിരിക്കുന്നതാണിത്. North Indian plains ന്റെ divisions ആണ് തന്നിരിക്കുന്നത്. Explain the circumstance under the which of it is formed. എങ്ങനെയൊക്കെ നോക്കാം. Bhabaril എങ്ങനെയാണ് formed by the deposition of heavy pebbles and gravels brought down by fast flowing Himalayan rivers at the foothills of the Shikwalis. Tarail located south of the Bhabar. It is formed when rivers re-emerge to the surface, creating a wet, swampy and marshy region characterized by fine alluvium. Alluvial plains formed further south by the continuous long-term deposition of fine slit carried by mature rivers during floods, creating highly fertile plains. Next, 20th question. 20th question. Which ideas put forward by the national movement were included in the objective resolution? Which ideas put forward by national movement were included in objective resolution? 20th question. The objective resolution captured the ideas of the freedom struggle by declaring India as an independent, sovereign and democratic republic. It guaranteed social, economic and political justice, equality of status and opportunity and fundamental freedoms to all citizens. Furthermore, it included promises to provide adequate safeguards for minorities, backward and tribal areas and depressed classes. 21st question. Himalayan regions has become a zone with a high economic potential for tourism. So, the statement എന്താണ് ഹൈ എക്കണോമിക് പൊട്ടൻഷ്യൽ ഉള്ള ടൂറിസത്തിന് ഉള്ള റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻസ്. അത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സാധൂകരിക്കാനാണ് പറയുന്നത്. എന്താണ് നോക്കാം. The region features immense scenes, beauty and pleasant summer climates during tourists to hill stations like Shimla, Kulu and Darjeeling. It is a hub for adventure tourism, offering activities such as trekking, mountaineering, skiing and river rafting. Additionally, it houses major pilgrimage centers like Kedarnath and Badrinath and diverse wildlife sanctuaries that attract both religious and nature-seeking travelers. 22nd question. 3 stages in the evolution of money are given. Identify the forms of money in each stage. സ്റ്റേജിലെയും എന്താണ് ഫോമുകൾ മണിയുടെ ഇത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 22. ഫസ്റ്റ് വൺ പേപ്പർ മണി അല്ലെങ്കിൽ കറൻസി നോട്ടാണ്. രണ്ടാമത്തെ പ്ലാസ്റ്റിക് മണി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്. അടുത്തത് ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് മണിയാണ്, ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇതൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് 23. 23. What do you mean by human resource? Mention the factors influencing human resource. എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. Human resources refers to the people of a country and their collective abilities, knowledge and skills that can be utilized in the production of process. The primary factors that influence and develop human resources are education, healthcare facility, training and skill development. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് അതിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും എഴുതുക. നെക്സ്റ്റ് 24th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പാർട്ടാണ്. 4 മാർക്ക് വീതം ഉള്ള ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. A question. Analyze the features of life people during the later Vedic period. Later Vedic periodലെ എന്താണ് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലേറ്റർ വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡില് എന്തൊക്കെയാണ്? ഡ്യൂറിങ് ലേറ്റർ വേദിക് പീരീഡ് ദ പ്രൈമറി occupation shifted from
Pastoralism to settle the agriculture aided significantly the widespread of use of iron. Society witnessed rigid social stratification with the enrichment of Varna system, and politically small tribal territories expanded into larger kingdom, and the king's power increased, often legitimized through grand sacrifice like the Ashmaveda. mm, Ashwamedha. I read, and various crafts such as pottery and metallurgy also grew significantly during this time. Later Vedic period in the features area madi. Next, the making of tool is related to the means of substantially early human. Explain the main stages of use of tools in the Paleolithic age. Paleolithic ഏജിന്റെ എന്താണ് ടൂൾസ് ഉപയോഗിച്ച സ്റ്റേജിനെ കുറിച്ച് എന്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, മീൻസ് ടൂൾസ് ഏതൊക്കെയായിരുന്നു എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഏർലി സ്റ്റേജിൽ ഹ്യൂമൻസ് യൂസ്ഡ് ക്രൂഡ് അൺപോളിഷ്ഡ് ലാർജ് സ്റ്റോൺ പെബിൾസ് ആൻഡ് ഹാൻഡ് ആക്സസ് പ്രൈമർലി ഫോർ rudimentary chopping and handing. Middle stage there was a transition to making flake tools which were smaller, sharper pieces struck from larger stones, making them more efficient. Late stage the technology advanced to produce sharper blade tools alongside tools made from bones, horns, and ivory. These refined tools allowed early humans to hand effectively skin animals, chop wood, and adapt better to their harsh environments. Early stage, middle stage, late stage എഴുതുക പാലിയോത്തിക് ഏജില്. നെക്സ്റ്റ് 15th question, 25th question. Sorry, the swamp forests are one among the natural vegetation type generally found in the North Indian plains. Write down the features of this vegetarian type. 25th ന്റെ ആൻസർ 25th, swamp forests, also known as mangrove or tidal forests, are predominantly found in coastal deltas and marshy areas, most notably the Sundarbans in the Ganga Brahmaputra delta. The vegetation here is highly adapted to survive in saline and waterlogged environment. A unique feature is the presence of pneumatophorus or breathing roots that grow upwards out of the water to absorb oxygen. The Sundari tree is one of the most prominent tree species found in this forest. അപ്പോൾ സ്വാമ്പി ഫോറസ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഖാരിഫ് ആൻഡ് റാബി അഗ്രികൾച്ചറൽ റീസൺ. ഖാരിഫ് വിളകളെ കുറിച്ചും റാബി വിളകളെ കുറിച്ചുമാണ് 25th ക്വസ്റ്റ്യൻ്റെ. ഖാരിഫ് സീസൺ എന്ന് പറഞ്ഞാൽ ക്രോപ്സ് ആർ സോൺ at the beginning of the southwest monsoon and harvested at the end of monsoon season. These crops require substantial amount of water and hot weather. Example include paddy, maize and cotton. Kharif വിളകൾക്ക് example ആണത്. Rabi season crops are sown in beginning of winter and harvested in the spring or summer. They require a cool climate for growth and less water. Prominent example include wheat, barley and mustard. റാബിക്കും എക്സാമ്പിളുകളും എന്താണ് റാബി സീസണും ഖാരിഫ് സീസണും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി 26th ക്വസ്റ്റ്യൻ, മാർക്ക് ആൻഡ് ലേബൽ ദ ജിയോ ഇൻഫർമേഷൻ മെൻഷൻഡ് ബിലോ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ്. ദ മൗണ്ടൻ റേഞ്ച് connects Himalaya with part of the Himalaya known as Purvachal, the regional division of Himalaya between western and eastern Himalaya, the Himalayan mountain range known as Outer Himalayas. ഇപ്പൊ മാപ്പില് കാരക്കോറം റേഞ്ചും പൂർവച്ചാലും സെൻട്രൽ ഹിമാലയയും ഔട്ടർ ഹിമാലയയും ആ മാപ്പിൽ അടയാളപ്പെടുത്തുക. 27th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ അശോകധാമ, മെൻഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അശോകധാമയുടെ മെയിൻ ഐഡിയാസും അതിന്റെ ഇമ്പോർട്ടൻസും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 27th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അശോകധാമ എംഫസൈസ്ഡ് മോറൽ കോഡ് സച്ച് as നോൺ വയലൻസ്, അഹിംസയാണ്, respect for elders, tolerance towards the religious sects and compassion for slaves, servants and animals. Its importance lies in this fact that it was an attempt to unify a vast and culturally diverse empire through a shared ethical code rather than through military force. It promoted social harmony, welfare and peaceful coexisting among his subjects. അപ്പോൾ അശോകധാമയുടെ ഐഡിയാസും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്
Next, 28th question. Even if the North Indian plains only accounts for less than 1/4 of the total areas of India, it is home to more than half of the India total population. Analyze the reason. North Indian plains only accounts for less than 1/4 of the total area of India. It is home to more than half of India's total population. അതിന്റെ റീസൺ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. The primary reason is the presence of extremely fertile alluvial soil deposited by the perennial rivers, which ensure high agricultural productivity to feed a massive population. The flat terrain makes the construction of transport networks and industrial infrastructure relatively easy and cost effective. Additionally, the perennial Himalayan rivers provide an abundant year-round water supply for both domestic and agricultural use, making the region highly favorable for dense human habitation. 29th question. Answer the following question related to metal age. Metal age മായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ്. Which is the first metal used by man? Which is the early agrarian village in the Turkey where the presence of copper was found? What are the advantage of copper tools over stone tools? ഏതൊക്കെയാണ് നോക്കാം. 29th question. The first metal used by copper ആണ്. The early agrarian village in Turkey where copper was found? Catalhoyuk ആണ്. പിന്നെ copper tools have several advantages over stone tools. They were much sharper, far more durable, and could be melted and molded into various specialized shapes, whereas stone tools were brittle and prone to breaking. Next 5 mark questions ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ളതാണ്. കമ്പയർ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് പീരീഡ്. പാലിയോലിത്തിക്കിലെയും നിയോലിത്തിക്കിലെയും പീപ്പിൾസിന്റെ ക്യാരക്ടേഴ്സ് എഴുതാനാണ്. ഫസ്റ്റ് ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എഴുതാം. എന്തൊക്കെയാണെന്ന് നോക്കാം. പാലിയോലിത്തിക്കും നിയോലിത്തിക്കും. അപ്പൊ സബ്സ്റ്റൻസ് പാലിയോലിത്തിക് പീപ്പിൾ വെയർ നൊമാഡിക് ഹണ്ടർ ഗാദർ ഹൂ റിലൈഡ് എൻറ്റർലി ഇൻ ഫോഗിങ് ആൻഡ് ഹണ്ടിങ് foraging, and in contrast Neolithic people shifted to settled life based on agriculture and domestication of animals. The Paleolithic era featured crude unpolished stone tools, flakes and blades. The Neolithic era saw the development of much sharper, polished and specialized stone tools designed for farming. Paleolithic humans largely lived in caves or rock shelters. Neolithic humans began building permanent houses using mud, reeds and timber, forming early villages. The Paleolithic period saw the discovery and control of fire. The Neolithic period was marked by revolutionary invention like the wheel, which transformed and transport and led to the creation pottery for storing agriculture surplus. 30th question. 30th question ആണ് പറഞ്ഞത്. Explain the factors led the growth of Magadha. മഗധയുടെ ഗ്രോത്തിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. Magadha emerged as the most powerful Mahajanapada due to several crucial factors. Its capitals were naturally defended. Rajgir was surrounded by 5 hills, while Padaliputra was situated at the confluence of major rivers like the Ganga and Son, making it a water fort. Next, the region was located in the highly fertile Ganga plain, which ensured massive agricultural surplus. Rivers provided cheap and efficient transportation for trade. Resource availability. Magadha had proximity to rich iron or deposit, allowing them to forge superior weapons for their army and strong iron tools to clear forest for agriculture. They were among the first to heavily utilize elephants on large scales in warfare, giving them significant tactical advantages. The state was led by highly ambitious and capable kings like Bimbisara and Ajatashatru, who actively pursued expansion policies. 31st question. Compare the Kashmir Himalaya and Himachal Himalaya on the basis of hints given location and river, mountain pass, tourist place. ഇത് കമ്പയർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
മുപ്പത്തൊന്നാമത്തെ ലൊക്കേഷൻ ദ കാശ്മീർ ഹിമാലയ is located in the Union Territories of Jammu and Kashmir and Ladakh. The Himachal Himalaya spans across the state of Himachal Pradesh. The Kashmir Himalaya is drained by the Indus River and its major tributaries like the Jhelum and Chenab. The Himachal Himalaya is drained by rivers such as the Ravi, Beas and Satluj. Prominent ranges in Kashmir include Karakoram, Ladakh, Saskar and Purpanjal and Himachal. The key ranges include Talibarg and parts of the Lesser Himalayas. Mountain passes Kashmir features passes like Bania, Zojila and Ladakh. Himachal features passes like Rohatgarh, Baralacha, and Shipkila. Tourist places, key route spots in Kashmir include Srinagar, Dal Lake, and Gulmarg. Himachal is famous for destinations like Shimla, Kulu, Manali, and Surat. 31st question. 31st question to B. How do rivers create a depositional landforms? Explain the formation of Sindhu, Ganga, Brahmaputra plains based on this. എങ്ങനെയാണ് ലാൻഡ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഫോർമേഷൻ ഓഫ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര, സിന്ധു ഗംഗ ബ്രഹ്മപുത്രയുടെ ഫോർമേഷൻ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 31st ക്വസ്റ്റ്യൻ. As rivers flow down from steep mountains and enter flat plains, their speed and carrying capacity decrease significantly. Because they can no longer carry heavy loads, they begin depositing the road materials along their beds and banks. This continuous process over time creates varied depositional landforms such as alluvial fans, floodplains, meanders, and deltas. Formation of the plain. Millions of years ago, a vast depression or basin existed to the south of the newly formed Himalayas. Over geological time, the Sindhu and Ganga and Brahmaputra rivers, along with their numerous tributaries, carried immense quantities of alluvium from the mountain. The continuous deposition of the rich sediment eventually filled the massive depression. This extensive buildup of alluvial deposit formed the flat, highly fertile expanse known today as the Sindhu Ganga Brahmaputra. ഇത്രയുമാണ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.